ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു ബോഗൻവില്ല വെറൈറ്റീനെ പരിചയപ്പെട്ടാലോ. ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അപ്പോൾ പൂമ്പാറ്റനെ പറ്റിയിട്ടല്ല കേട്ടോ പറയണത്. ബോഗൻവില്ല തന്നെ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 6 കളക്ഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. 6 കളറോളം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 കളക്ഷന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് കാട്ടിത്തരാം. അപ്പോൾ ഫസ്റ്റത്തെ വെറൈറ്റി അറിയണത് ഇതാണ് കേട്ടോ, യെല്ലോ. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാരോ പോലെ ആയിരിക്കും ഇതിൻ്റെ പൂക്കൾ കേട്ടോ. ചെറിയ പൂക്കളായിരിക്കും, പക്ഷേ നല്ലോണം പൂക്കണ വെറൈറ്റിയാണ് കേട്ടോ. ഇതാ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ചെറിയ ഇതൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു യെല്ലോയാണ്. അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞതാണ് മഴ തട്ടിയിട്ട്. അപ്പോൾ ഇതുപാടെ കൊഴിയുമ്പോഴത്തേന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത വെരിക്കേഷൻ ആയിരിക്കും കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പിങ്കാണ് കേട്ടോ. ഡാർക്ക് പിങ്കാണ് കേട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത പൂവും ചെറുതായിരിക്കും. ഇതിൻ്റെ ലീഫുകളും തന്നെ ഒരു നാരോ ലീഫ് പോലെ ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ, ചിലയിടത്ത് സിൽവർ കളറ്, ചിലയിടത്ത് രണ്ടും മിക്സ് ചെയ്ത കളറുണ്ട് കേട്ടോ. വൈറ്റും ഗ്രീനും അങ്ങനെ. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇതിമ ഇപ്പോൾ കാണിക്കാനായിട്ട് പൂക്കളില്ല കേട്ടോ. ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിമ വിരിയാറ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂ കാണാൻ. ഞാൻ അതിൻ്റെ പിക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മൊട്ട് വരലുണ്ട്, പക്ഷെ അതൊക്കെ ഇങ്ങനെ കരിയാട്ടോ, എന്ത് പറ്റിയെന്നറിയില്ല. പിന്നെ ഇതാ അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ, ലൈറ്റ് പിങ്ക്. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എനിക്ക് എല്ലാതും ഇഷ്ടമാണ്. ബോഗൻവില്ല ആയാൽ മതി, അതിൻ്റെ ബ്രാൻഡാണ് ഇപ്പോൾ. പക്ഷേ ഈ ഒരു സീസൺ കഴിയാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു സങ്കടമുണ്ട്. ഇനി പൂക്കളെ കാണാൻ പറ്റൂലല്ലോ, അടുത്ത സീസൺ വരെ നമ്മൾ കാത്തിരിക്കണ്ടേ. പിന്നെ ഇതിൻ്റെ ഒരു വയലറ്റ് കളർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് എന്താ പറയുക, വിരിഞ്ഞത് ആൾ മാറിപ്പോയി. ഇതുവരെ അങ്ങനെ പറ്റലില്ല കേട്ടോ. എന്തായാലും ആ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബട്ടർഫ്ലൈ വയലറ്റ് എന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, പ്രണവി ഗാർഡനാണ് കേട്ടോ. പ്രണയവർണ്ണങ്ങൾ എന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിതുവരെ എല്ലാതും വിരിഞ്ഞത് കറക്റ്റ് ഐഡിയ തന്നെ ആയിരുന്നു. ഇതുപോലൊരു തെറ്റ് അവർക്ക് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ ലീഫ് വെരിക്കേഷൻ ഉണ്ടാവും, പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഇതിന് വെരിക്കേഷനൊക്കെ കണ്ടപ്പോൾ ആ ഒരു വയലറ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ എനിക്ക് വിരിഞ്ഞത് ഹവായി പർപ്പിൾ ആയിപ്പോയിട്ടോ. ഇവിടെ എൻ്റെ അടുത്ത് വേറൊരു വലിയ മദർ പ്ലാന്റ് ഉണ്ട് ഹവായി പർപ്പിളിൻ്റെ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ പൂക്കളും അത് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആയി. എന്നിട്ട് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ ഈ പ്ലാന്റ് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ചയച്ചുതരാം മറ്റേത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ ചെറിയൊരു പ്ലാന്റിന് തന്നെ 350 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആയപ്പോൾ തിരിച്ചയക്കൊന്നുമില്ല, എനിക്ക് ബാക്കി ബാലൻസ് ഇട്ടുതരാൻ പറഞ്ഞു. അങ്ങനെ അവർ ക്യാഷ് തിരിച്ചിട്ട് തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മദർ പ്ലാന്റ് ചെയ്യുന്നു അത്. പിന്നെ ഇതിൽ തന്നെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ബട്ടർഫ്ലൈ സ്പ്ലാഷ് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട്. അതും ബട്ടർഫ്ലൈൻ്റെ പൂക്കളോട് നല്ല സാമ്യമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ആദ്യം, ഒക്കെ കഴിഞ്ഞു. ഇതും വെരിക്കേഷൻ ലീഫാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ബട്ടർഫ്ലൈൻ്റെ വൈറ്റ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇതും അതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ കളക്ഷന്. വീഡിയോ ഇഷ്ടപ്പെടുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം.